ഉയർപ്പ് ആറാം ചൊവ്വ. മാർക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 32 മുതൽ 37 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ജാഗരൂകരായിരിക്കുക. മാർക്കോസ് 13-ാം അധ്യായം മുഴുവനിലും ലോകാവസാനത്തെക്കുറിച്ചും അതിന്റെ ലക്ഷണങ്ങളെക്കുറിച്ചുമുള്ള വിവിധ പ്രതിപാദനങ്ങളാണ് നാം വായിക്കുക. എന്നാൽ കൃത്യമായ ആ ദിവസത്തെക്കുറിച്ചോ മണിക്കൂറിനെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും അറിയില്ലെന്ന് യേശു തന്റെ ശിഷ്യന്മാരോട് വെളിപ്പെടുത്തുന്നു. അതിനാൽ എപ്പോഴും ഉണർവോടെ, ശ്രദ്ധാപൂർവം, ജാഗരൂകതയോടെ ആ സമയത്തിനായി കാത്തിരിക്കാനാണ് യേശു പറയുന്നത്. രാത്രിയുടെ 4 യാമങ്ങളിലും, അതായത് സന്ധ്യയ്ക്കോ അർദ്ധരാത്രിയിലോ കോഴി കൂവുന്ന സമയത്തോ പ്രഭാതത്തിലോ എപ്പോൾ വേണമെങ്കിലും അത് സംഭവിക്കാം. ലോകാവസാനത്തെക്കുറിച്ച് പ്രവചിക്കുന്ന പല സിദ്ധന്മാരും പല കാലഘട്ടങ്ങളിലായി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പലരും ഇന്നും അതിൽ വഞ്ചിതരായി കൊണ്ടിരിക്കുന്നുമുണ്ട്. ആ സമയത്തെക്കുറിച്ച് യേശുവിന് പോലും അറിയില്ല. അത് അവൻ സ്വീകരിച്ച മാനുഷികതയുടെ അപര്യാപ്തമായാണ് ദൈവമായിരുന്നിട്ടും. അതേസമയം തന്റെ മാനുഷിക പരിമിതി യേശു ഏറ്റു പറയുമ്പോൾ ലോകാവസാനത്തെക്കുറിച്ചുള്ള അവകാശവാദം ഉന്നയിക്കുന്ന ചിലർ സ്വയം ദൈവത്വം കൽപ്പിക്കുന്നത് പൊങ്ങച്ചത്തിന്റെ വെറും ജൽപ്പനമായി മാത്രം കണ്ടാൽ മതി. ആ ദിവസം സമാഗതമായി എന്ന രീതിയിൽ കാത്തിരിക്കുന്ന മുൻ തലമുറയിലെ അനേകം നീതിമാന്മാർ മരിച്ചു മണ്ണടിഞ്ഞു പോയിട്ടുണ്ട്. അവരിൽ പലരും യുഗാന്ത പീഡകൾക്ക് തുല്യമായ സഹനങ്ങളിലൂടെയാണ് ജീവിതം അവസാനിപ്പിച്ചിട്ടുള്ളത്. ജീവിതത്തിന്റെ അവസാനം വരെയാണെങ്കിലും, യുഗാന്ത പീഡങ്ങളുടെ അവസാനം വരെയാണെങ്കിലും ജാഗ്രതയോടെ പിടിച്ചു നിൽക്കുന്നവരൊക്കെ രക്ഷ പ്രാപിക്കും.